നമ്മൾ എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളികളുടെ ഇഷ്ടം മുഴുവൻ സമ്പാദിച്ച നടനായിരുന്നു ജിഷ്ണു. 12 വർഷത്തോളം സിനിമയിൽ സജീവമായിരുന്ന ജിഷ്ണു സ്വന്തമായൊരു മേൽവിലാസം നേടിയെടുത്തു തന്നെയാണ് യാത്രയായത്. നടൻ രാഘവന്റെയും ശോഭയുടെയും മകനായി 1979 ഏപ്രിൽ 23-നായിരുന്നു ജിഷ്ണുവിന്റെ ജനനം. 1987-ൽ രാഘവൻ തന്നെ സംവിധാനം ചെയ്ത കിളിപ്പാട്ട് എന്ന ചിത്രത്തിൽ ബാലതാരമായാണ് ജിഷ്ണു മലയാള സിനിമയിൽ ചുവടുവെച്ചത്. പിന്നീട് കോഴിക്കോട് RECയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം സ്വന്തമാക്കിയ ശേഷം 2002-ൽ കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറി. ആഗ്രഹിച്ചത് നേരെ എന്ന് കരുതി ആ അമ്മ നിന്റെ അമ്മയാണെങ്കിൽ എന്റെ സന്തോഷം ഇല്ലാണ്ടാവൂടാ. നിന്റെ അമ്മ എന്റെ അമ്മയല്ലടാ, നിന്റെ അമ്മയെ എനിക്കും അമ്മയെ വിളിച്ചുവിടാ. ചൂണ്ട, ഫ്രീഡം, നേരറിയാൻ CBI, ചക്കരമുത്ത്, യുഗപുരുഷൻ തുടങ്ങിയ ചിത്രങ്ങളിൽ നായകനായും സഹനടനായും വില്ലനായും തിളങ്ങി. 2010-ൽ സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത ജിഷ്ണു പിന്നീട് ഗ്രാമപ്രദേശങ്ങളിൽ വിവരസാങ്കേതിക വിദ്യയുടെ സാധ്യത വളർത്താൻ സമയം ചെലവഴിച്ചു. 2012-ൽ സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്ത നിദ്രയിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തി. അല്ലെങ്കിൽ അശ്വതി പറ, വേറെന്തൊരു വഴി? നിങ്ങൾക്ക് അവനെ ഒന്ന് വെറുതെ വിട്ടൂടെ? എങ്ങനെ അശ്വതി? രാജീവിന്റെ അവസ്ഥ ഇനി എന്താണെന്ന് പറയാറായിട്ടില്ല. അവൻ ഇന്നൊരാളെ കൊല്ലാൻ വരെ തയ്യാറായി. നമ്മൾ ഇന്നൊരു തീരുമാനം എടുത്തേ പറ്റുവച്ച, അല്ലെങ്കിൽ നാട്ടുകാരെ അവനെ തല്ലിക്കൊല്ലുന്ന കാണേണ്ടി വരും. രണ്ടാം വരവിൽ ഓർഡിനറി, ഉസ്താദ് ഹോട്ടൽ തുടങ്ങിയ മികച്ച ചിത്രങ്ങളുടെ ഭാഗമായി വീണ്ടും സജീവമായപ്പോഴാണ് 2014-ൽ അർബുദം പിടിപെടുന്നത്. രാജേഷ് പിള്ളയുടെ ട്രാഫിക്കിന്റെ ഹിന്ദി പതിപ്പായിരുന്നു അവസാന ചിത്രം. സാമൂഹിക വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകളുമായി സോഷ്യൽ മീഡിയയിലും ജിഷ്ണു സജീവമായിരുന്നു. ICUവിൽ നിന്നുള്ള അനുഭവങ്ങളായിരുന്നു അവസാനത്തെ പോസ്റ്റ്. മികച്ച കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകേണ്ടിയിരുന്ന യുവപ്രതിഭയെയാണ് ജിഷ്ണുവിന്റെ വിയോഗത്തിലൂടെ മലയാള സിനിമയ്ക്ക് നഷ്ടമായത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മീഡിയ 1. വീണുറങ്ങ എത്ര രാവിൽ ഞാൻ നനച്ചു, കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ.